അതിരൂപയായിട്ടുള്ള മഹാഗണപതി കുടുംബം പട്ടശ്ശേരി മഹാഗണപതി ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ഏക പ്രതിഷ്ഠ എന്ന് പറയാവുന്ന ശ്രീകോവിലിനകത്ത് അഗ്നിയിലേക്ക് ഭഗവാനെ ഔദ്ഭവിപ്പിച്ചു ആനയെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ക്ഷേത്രം വേണമെന്നായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ തന്നെ വളരെയധികം സാക്ഷിയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ. അഗ്നിയിൽ കൊടുക്കുന്ന ഈ ഹോമത്തിൻ്റെ പ്രാധാന്യമായിട്ട് പറഞ്ഞ് തന്നെ അഗ്നിയിൽ ഹോമിക്കുന്ന എന്തും പെട്ടെന്ന് ദേവകൻ അല്ലെങ്കിൽ അഗ്നിജ്വാലയെന്ന് പറയുന്ന ദേവൻ്റെ ജിഗ്വയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ അഗ്നിജ്വാലയിലേക്ക് കൊടുക്കുന്നതെല്ലാം പെട്ടെന്ന് ദേവകിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു സങ്കല്പം ഈ ഹോമസങ്കല്പത്തിലുണ്ട്. അപ്പം നമ്മുടെ മഹാഗണപതി ഇവിടുത്തെ മഹാഗണപതി അഗ്നിസ്വരൂപമായിട്ട് ഹോമകുണ്ടത്തിൽ പ്രതിഷ്ഠിച്ച് ആചരിക്കുക. അപ്പോൾ ആ ഒരു മഹാഗണപതിയുടെ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായിട്ട് ശാസ്താവ ഭദ്രവാൻ തുടങ്ങിയ ദേവതകളുണ്ട്. അപ്പോൾ അവരുടെ ശ്രീകോവിൽ വലിപ്പം കുറവായതുകൊണ്ട് കയറി ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല. സങ്കേതത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തിയുണ്ടായി. ആ പ്രശ്നത്തിൽ തെളിഞ്ഞതിന് പ്രകാരം ഇപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ടൊരു മഹാമൃത്യുഞ്ജയ ഹോമവും വിഷ്ണുവിൻ്റെ ഭഗവാനെ ഈ ഗണപതി പാലിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള ഒരു പൊങ്കാലയാണ്. ഈ പൊങ്കലെന്ന് പറയുന്ന സങ്കല്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരള ആചാരത്തുള്ള അല്ല. ഈ പൊങ്കാല ഇടുക എന്ന് പറയുമ്പോൾ ദേവന് നമ്മൾ നേരിട്ട് നിവേദ്യം വെച്ച് ദേവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ആ വഴിപാട് രസീത് കൊടുക്കുന്നു. അപ്പോൾ ആ രസീതും പ്രകാരം ആ പ്രസാദം അവർക്ക് നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് കൊടുക്കും. എന്നാൽ ഈ പൊങ്കാല ഇടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശേഷം ഭക്തജനങ്ങൾ ശുദ്ധമായ മനസ്സോടുകൂടി സ്വന്തം ആത്മാവിനെ തന്നെ കൂടി സമർപ്പിക്കുകയാണ്. സ്വന്തമായിട്ട് ഭഗവാൻ നിവേദ്യമുണ്ട്, ആ ഭഗവാന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലപ്പോൾ ഇത് ഇതുപോലെ എല്ലാ വർഷവും നമുക്ക് നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ അത് ആരംഭിക്കുകയാണ്. അത് പാൽപ്പൊങ്കൽ എന്ന് പറയുന്നത് ഒരു സമ്പ്രദായം. പാൽപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ പാൽപ്പായസമാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പാൽപ്പായസം. ഉണ്ണിയപ്പമൊക്കെ പൊങ്കാലൊക്കെ ഉണ്ടാക്കുന്ന മുന്നിലെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് പാൽപ്പായസം ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മൾ ആ ഒരു പാൽപ്പൊങ്കാലയാണ്. ഇത് ആ ഭക്തജനങ്ങൾ ആത്മാർത്ഥ മനസ്സോട് കൂടിയിട്ട് ആ ദേവതയെ സമർപ്പിച്ച് അവരെല്ലാവർക്കും ആ ഒരു ഐശ്വര്യവും പുഷ്ടിയും രോഗശാന്തിയും ഇങ്ങനെല്ലാം ഇനിയുള്ള കാലത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു ശക്തിയെ നിന്നും പെട്ടെന്ന് അടിക്കടി ഉയർന്നു വന്ന് ഈ ജനങ്ങൾക്കെല്ലാം ദേശജനങ്ങൾക്കെല്ലാം ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. മൂലൊക്കെ ആളുകൾ കേട്ടതിന് വരുന്നുണ്ട്. ഈ ധാരാളം ആൾക്കാർ വരാനും അതുമൂലം ആ ദേവൻ്റെ ആ ചൈതന്യം ദേശകാലങ്ങളൊക്കെ വിട്ട് വർദ്ധിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് ശർമ്മ, ആലപ്പുഴ പട്ടശ്ശേരി മേൽശാന്തിയാണ്. പേര് പറഞ്ഞു. എൻ്റെ പേര് മോഹൻ, ഞാനിവിടെ ദേവസ്വം പ്രസിഡന്റാണ്. നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വെച്ചാൽ വളരെ അപൂർവം വെച്ചാൽ ഇങ്ങനൊരു ക്ഷേത്രം ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ത്രികാലമായിട്ട് ഹോമം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ത്രികാലം മാത്രമല്ല, ഹോമകുണ്ടം മൂലബിംബമായിട്ട് പ്രതിഷ്ഠിച്ച ഷടാധാരത്തിൽ തന്നെ ഹോമകുണ്ടം മൂലബിംബമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. അത് ഇന്ത്യയിൽ തന്നെ എങ്ങും അറിവുള്ള ഒരു കാര്യമല്ല. വളരെ വിശേഷമായിട്ട് തന്നെ ഇവിടെ ഹോമം നടത്തുന്ന വിശേഷ മന്ത്രങ്ങളുമുണ്ട്. ഒരു ഭക്തൻ്റെ എന്താണോ ആഗ്രഹം, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി തന്നെ പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ച് അതാത് ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ ഇവിടെ എങ്ങനെയുണ്ട്. രാത്രിയാണല്ലോ, നമുക്ക് രാത്രി ഹോമം തന്നെയാണ് ചെയ്യുന്നത്. രാത്രി നമുക്ക് സാധാരണ ഗണപതി ഹോമം മാത്രമായിട്ട്, ഉച്ചയ്ക്കാകുമ്പോൾ വിശേഷാല മോദകം, അട, ഉണ്ണിയപ്പം, പാൽപ്പായസം, കടുംപായസം, പിന്നെ ഫലവർഗ്ഗങ്ങളായിട്ടുള്ള ആപ്പിൾ തുടങ്ങിയുള്ള ഫലവർഗ്ഗങ്ങളെല്ലാം കൂടി ഓരോരോ ഉദ്ദിഷ്ട കാര്യത്തിന് ഹോമിക്കാറുണ്ട്.
ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഇപ്പം ഇന്ന് നടക്കുന്നത്. അതെന്താ കാരണം? എന്താ ഇങ്ങനെ നടത്താനുള്ള കാരണം എന്താണ്? കാരണം ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം 15 വർഷമായി. കാരണം 12 വർഷത്തിനുള്ളിൽ അഷ്ടമംഗല ദേവപ്രശ്നം വെക്കാൻ ഒരു ചടങ്ങുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചത്. അതിന്റെ പരിഹാരക്രിയയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഇന്ന് ഈ നടത്തിയിരിക്കുന്ന മൃത്യുഞ്ജയ ഹോമവും പാൽപ്പൊങ്കാല വിഷ്ണു പൂജ എന്നീ കാര്യങ്ങൾ. ഇതിന്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഉപദേവതകൾ ചെറിയ ക്ഷേത്രമായിട്ട് പൂജ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അതിന്റെ ശക്തി വർദ്ധിച്ചിട്ട് അതിനകത്തിരുന്ന് പൂജ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ട് തന്ത്രിയാണ് പറഞ്ഞത് പുനഃപ്രതിഷ്ഠ പുതുക്കി പണിയേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. അപ്പം ഈ ക്ഷേത്രങ്ങൾ പുതുക്കി പണിയാന്നുള്ള മുഖ്യ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ശാസ്താക്ഷേത്രവും ദേവീക്ഷേത്രവും ഇത് രണ്ടിൻ്റെയും ശക്തി വർദ്ധിച്ചിട്ടിപ്പം പുതുക്കി പണിയേണ്ട ഒരാവശ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചതും അതിൻ്റെ പരിഹാരക്രിയകൾ ഇപ്പം നടന്നു കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ പുനരുദ്ധാരണം നടത്താനുള്ള നടപടിയിലേക്ക് കിടക്കുകയാണ്.
പാലഭിഷേകം ചെയ്യാം